ഹായ് മക്കളെ, നമസ്കാരം. മലയാളം പരീക്ഷ അല്ലെങ്കിൽ നമ്മുടെ +1 പരീക്ഷ ഇങ്ങ് അടുത്ത് കഴിഞ്ഞു. നമ്മൾ ആദ്യത്തെ മലയാളം പരീക്ഷ എന്ത് ചെയ്യാൻ പോവാണ്? അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. മലയാളം പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് പല കുട്ടികൾക്കും ആശയങ്ങൾ മനസ്സിനകത്തുണ്ട്, എഴുതാനുള്ള കാര്യങ്ങൾ അറിയാം, പക്ഷെ സമയം എന്ത് ചെയ്യുന്നില്ല, തികയാത്ത പ്രശ്നം. ഇതുകൊണ്ടായിരുന്നു പലരും ഹിന്ദിയുടെ പിന്നാലൊക്കെ പോയിരുന്നതെന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം. പക്ഷേ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും പൂർണ്ണമായിട്ടുള്ള 100-ൽ 100 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. പലപ്പോഴും ചോദ്യപേപ്പറിനകത്ത് നമുക്ക് തരുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ അറിയാതെ പോകുന്നതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പരീക്ഷയ്ക്ക് സമയം തികയാതെ പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. അങ്ങനെ തികയാതെ ഇനി എന്ത് ചെയ്യരുത്, നമ്മൾ പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. പരീക്ഷ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഓരോ ചോദ്യങ്ങളുടെയും ഘടന എന്താണ്, ആ ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം എത്രയാണ് എഴുതേണ്ടത്, അത്ര മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ എഴുതാൻ പാടുള്ളൂ. അത് മുഴുവൻ സെറ്റാക്കുന്ന ഈ വീഡിയോക്കകത്തേക്ക് എല്ലാ മക്കൾക്കും എന്ത് ചെയ്യുന്നു, സ്വാഗതം പറയുന്നത്. നമുക്ക് നോക്കാം മലയാളം പരീക്ഷ സമയം എങ്ങനെ നിയന്ത്രിക്കാം. നോക്കുക, നമ്മുടെ പരീക്ഷയുടെ സമയം എന്ന് പറയുന്നത് കൃത്യം 2.5 മണിക്കൂറാണ്. കൂൾ ഓഫ് ടൈം അഡീഷണൽ ആണ്, 15 മിനിറ്റ് നമുക്ക് കിട്ടും അല്ലേ. 2.5 മണിക്കൂർ എഴുതാനുള്ള സമയം നമുക്ക് കിട്ടും. കൂൾ ഓഫ് ടൈം നമുക്ക് 15 മിനിറ്റ് അഡീഷണൽ കിട്ടും അല്ലേ. നിർദ്ദിഷ്ട സമയത്തിന് പുറമെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം. ഈ 15 മിനിറ്റ് മക്കൾ ചെയ്യേണ്ടത് ഏറ്റവും ഫലപ്രദമായിട്ട് ചോദ്യപേപ്പർ വായിച്ച് എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് ഉത്തരങ്ങൾ സെറ്റാക്കേണ്ടതെന്നുള്ള കാര്യം എന്ത് ചെയ്യണം, നിങ്ങൾ റെഡിയാക്കണം. നോക്കുക, 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങൾ, ആദ്യത്തെ സെറ്റ് ക്വസ്റ്റ്യൻ ആണ്. 1 മുതൽ 6 വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 ഉചിതമായ 2 ഉത്തരം വീതം തിരഞ്ഞെടുത്തെഴുതുക. 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾ 5 മാത്രം ഉത്തരം എഴുതിയാൽ മതി. അതും എത്ര എണ്ണ വീതം? ഒരു ഉത്തരം എന്ന് പറയുന്നത് 2 സെറ്റായിരിക്കും. ഉദാഹരണത്തിന്, പറയുവാനുണ്ട് പൊൻചമ്പകം പൂത്ത കരളു പണ്ടേ കരിഞ്ഞു പോയെങ്കിലും സന്ദർശനം. ഈ വരികളിൽ തെളിയുന്ന ആശയത്തിന് യോജിച്ച 2 എടുത്തെഴുതുക. പ്രതീക്ഷാ നിർഭരമായ ജീവിതം, നഷ്ടപ്പെടലിൻ്റെ വേദന, ദാമ്പത്യം പകരുന്ന ആഹ്ലാദം, ഒറ്റപ്പെട്ടു പോയതിൻ്റെ നിസ്സഹായത. 2 ഉത്തരം നമുക്ക് സെറ്റാണ്. ഈ രൂപത്തിലുള്ള 2 ഉത്തരങ്ങളാണ് എന്ത് ചെയ്യേണ്ടി വരിക, നമ്മൾ തിരഞ്ഞെടുക്കേണ്ടി വരിക. 1 മുതൽ 6 വരെ ചോദ്യങ്ങളിൽ 5 ഉചിതമായ 2 ഉത്തരം വീതം ചെയ്യുക, തിരഞ്ഞെടുത്തെഴുതുക. സെറ്റാണല്ലോ, സെറ്റ്. ദെൻ നെക്സ്റ്റ്, അതുപോലെ തന്നെയുള്ള ഓരോ ചോദ്യങ്ങളും ഇവിടെ ഒക്കെ നമുക്ക് 2 ഉത്തരം വീതം എന്ത് ചെയ്യണം, തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ 6 കഴിയുമ്പോൾ 7 മുതൽ 10 വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 1-2 വാക്യത്തിൽ ഉത്തരം എഴുതുക. 7 മുതൽ 10 വരെ ചോദ്യങ്ങളിൽ ആദ്യത്തെ ഒബ്ജക്റ്റീവ് ടൈപ്പിന് നമുക്ക് കിട്ടുന്നത് 2 മാർക്കാണ്. ഇവിടെയും നമ്മളെ കാത്തിരിക്കുന്നത് എത്ര തന്നെയാണ്, 2 മാർക്കാണ്. 3 സെറ്റാണ് ഉത്തരങ്ങൾ എഴുതേണ്ടത് അല്ലേ. 2-3 വാക്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ലൈനിൽ എന്ത് ചെയ്യണം, നമ്മുടെ ഉത്തരം പൂർത്തിയാക്കിയിരിക്കണം മക്കളെ. എനിക്കറിയാമെന്ന് കരുതിയിട്ട് എന്ത് ചെയ്തരുത്, നമ്മൾ ഒരുപാട് എഴുതി വെക്കരുത്. 2 തെളിവ് ചോദിക്കാൻ പറഞ്ഞാൽ 2 തെളിവ് മാത്രം എഴുതുക. നമുക്ക് എത്ര മാർക്ക് കിട്ടും? 2 മാർക്ക് സെറ്റാണ്. അപ്പോൾ 7 മുതൽ 10 വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 1-2 വാക്യത്തിൽ ഉത്തരം എഴുതുക, 2 മാർക്ക് വീതം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സെറ്റ്. അപ്പോൾ ആദ്യത്തെ സെറ്റിനകത്ത് നമ്മൾ എന്ത് ചെയ്തു, 15 മിനിറ്റ് 5 നമുക്ക് 2 മാർക്ക് വീതം വന്നത്. സംഭവം അവിടെ 10 മാർക്ക് നമ്മൾ ഉറപ്പിച്ചു. എത്ര മാർക്ക്? 10 മാർക്ക്. ഇവിടെ നമുക്ക് 3 2 മാർക്ക്, 6 മാർക്ക്. അപ്പം 10 6 16 മാർക്ക് ഇവിടെ തന്നെ എന്ത് ചെയ്തു, നമ്മൾ സ്കോർ ചെയ്ത് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് നോക്കിക്കേ, 11 മുതൽ 17 വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും 6 അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. ചോദ്യത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എത്രയാണ് എഴുതേണ്ടത്. ഒരുപാട് എഴുതിയത് കൊണ്ട് നമുക്ക് കൂടുതൽ മാർക്കൊന്നും കിട്ടാനില്ല. ഇതാണ് നമ്മൾ പേജ് തുറക്കുമ്പോൾ കാണുന്ന ആദ്യത്തെ ഭാഗം. ഇതാണ് നമ്മൾ എഴുതേണ്ട ഭാഗം. അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. അരപ്പുറത്തിൽ 11 മുതൽ 17 വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും 6 അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. മാർക്ക് എത്രയാണ്? 4 മാർക്കാണ്. 6 × 4 24. നേരത്തെ 16 10 40 മാർക്ക് ഇവിടെ സെറ്റ്. നമുക്ക് ടോട്ടൽ 80 മാർക്കാണ്. അതിൽ 40 മാർക്ക് 4 മാർക്കിൻ്റെ ഉത്തരം കഴിയുമ്പോഴേക്ക് എന്ത് ചെയ്യും,
നമ്മുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതിൽ 11 മുതൽ 17 വരെ എന്ന് പറയുമ്പോൾ 8 ചോദ്യങ്ങൾ അല്ലേ? 11, 12, 13, 14, 15, 16, 17 7 ചോദ്യങ്ങൾ. അതിൽ നിന്ന് ഒന്ന് നമുക്ക് എന്താണ് ഒഴിവാക്കാനുള്ള ഒരു മേഖലയുണ്ട്. അത് ഏതെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒഴിവാക്കിക്കൊള്ളുക. എന്നിട്ട് 6 എണ്ണത്തിന് മാത്രം അരപ്പുറത്തിൽ എന്ത് ചെയ്യുക, കവിയാതെ ഉത്തരം എഴുതുക. സെറ്റ്. ദെൻ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. 18 മുതൽ 21 വരെ, 18, 19, 20, 21 4 ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. ഒരു പുറം നമുക്കറിയാം, നമ്മുടെ പേപ്പർ ഇങ്ങനെ മൊത്തെടുക്കുക. ആ പേപ്പർ മൊത്തെടുക്കുമ്പോൾ ഈ ഒരു ഭാഗം മുഴുവനും വരുന്ന രൂപത്തിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഉത്തരം എഴുതേണ്ടത്. ഒരുപാട് വലുതാക്കി എഴുതി വെച്ച് എന്ത് ചെയ്യരുത്, അത് അവർക്കറിയാം ഇത്ര പോയിന്റുകൾ വേണമെന്നുള്ളത്. ആ പോയിന്റുകൾ കണക്കാക്കി എന്ത് ചെയ്യുക, നമ്മൾ ഉത്തരം എഴുതുക. നമുക്ക് കിട്ടുന്നത് എത്രയാണ്, 6 മാർക്കാണ് ഓരോ ചോദ്യത്തിനും. അപ്പോൾ 18 മാർക്ക്, നേരത്തെ 40 ഉണ്ടായിരുന്നു, 58 മാർക്ക്. യെസ്, 58 മാർക്ക് അല്ലേ? അപ്പൊ ഇത്രയും ഭാഗം എന്ത് ചെയ്ത് സെറ്റാക്കി കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് എന്താണ്, 58 മാർക്കിലേക്ക്. ഇനി ഇത് ചുവടെ തന്നിട്ടുള്ള കാവ്യഭാഗം വായിച്ച് 22 മുതൽ 24 വരെ ചോദ്യങ്ങൾക്ക് 1 or 2 വാക്യത്തിൽ ഉത്തരം എഴുതുക. 3 ചോദ്യം ഉണ്ടായിരിക്കും, 2 മാർക്ക് വീതം, 6 മാർക്ക്. നേരത്തെ നമുക്ക് 58 പ്ലസ് 6 സമം എത്രയാണ്, 64. ഇനി നമുക്ക് വേണ്ടത് 16 മാർക്കാണ്. ഈ കവിത നന്നായിട്ട് വായിച്ചു നോക്കണം. ഏത് സമയത്ത്, കൂൾ ഓഫ് ടൈമിൻ്റെ അകത്ത്. ഇത് കവിത തന്നെ ആയിരിക്കില്ല, ചിലപ്പോൾ ഒരു പാരഗ്രാഫ് ആയിരിക്കും. എന്നിട്ട് അതിൽ നിന്ന് ഉത്തരം കണ്ടെത്താൻ വേണ്ടി ഒരു 3 ചോദ്യം എന്ത് ചെയ്യും, നമുക്കിവിടെ തരും. 6 മാർക്ക് തന്നെയാണ് ഫലത്തിൽ. 2 മാർക്ക് 2 മാർക്ക് 2 മാർക്ക്, 3 × 2 6 മാർക്ക്, 58 മാർക്ക്, 64 എന്ത് ചെയ്തു, അവിടെ സെറ്റായി കഴിഞ്ഞു. ഇനിയുള്ളത് നമ്മുടെ ഉപന്യാസ മേഖലയാണ്. 25, 26, 27 ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണത്തിന് മാത്രം 1.5 പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. ഒരു പുറം, ആ പേപ്പർ തിരിച്ചു വെച്ചാൽ അടുത്ത പുറം, ഇവിടെ ഫുള്ള് നമ്മൾ എന്ത് ചെയ്യും, ഉത്തരം എഴുതി കഴിയും. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യും, ഇത്രയും ഭാഗം കൂടി നമ്മൾ എഴുതും. നമുക്ക് കിട്ടുന്നത് 8 × 2 = 16 മാർക്കാണ്. 8 × 2 = 16 മാർക്ക്. അപ്പോൾ 64 + 16 80 എന്ത് ചെയ്തു, സെറ്റായി കഴിഞ്ഞു. റെഡിയാണോ? 3 ഉപന്യാസ ചോദ്യങ്ങൾ കൂടി എന്ത് ചെയ്യുന്നത്, നമുക്ക് കടന്നു വരുന്നത്. ഇത്രയാണ് എന്ത് ചെയ്യേണ്ടത്, ചോദ്യോത്തരം എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആവശ്യപ്പെട്ട സമയത്ത് ആവശ്യപ്പെട്ട അത്രയും മാത്രം എന്ത് ചെയ്യുക, മക്കൾ എഴുതുക. എനിക്ക് കൂടുതൽ അറിയാൻ, അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ അറിയാവുന്ന കാര്യങ്ങൾ കൂടുതൽ എഴുതി വെച്ചതുകൊണ്ട് കൂടുതൽ മാർക്കൊന്നും എന്ത് ചെയ്യാൻ പോകുന്നില്ല, നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ഇനി നമ്മൾ പഠിച്ചത് ആവശ്യത്തിന് ഇറക്കി വെക്കുക എന്നുള്ള കാര്യം മാത്രമാണ്. സെറ്റാണല്ലോ? അപ്പോൾ ഇന്നത്തെ ലൈവ് ക്ലാസ്സിൽ മറക്കാതെ എന്ത് ചെയ്യുക, നിങ്ങൾ എത്തിക്കൊള്ളുക. ഉത്തരങ്ങളെ കൃത്യമായിട്ട് ചുരുക്കി നിങ്ങളുടെ കയ്യിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, തരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.